ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തുടങ്ങുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു മേക്കപ്പ് വീഡിയോ ആണ്. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ടുള്ളത്. ഇതൊരു സാരിയാണ്, നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസാണ് ഇടുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പം നമുക്ക് കല്യാണത്തിൽ പോകാനായിട്ട് നമുക്ക് റെഡി ആവാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫൗണ്ടേഷൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അപ്ലൈ കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിൻ്റെ ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹൈബ്രോ ഫില്ല്. ഇതിന് എത്ര 20 രൂപയുണ്ടുള്ളൂ കേട്ടോ ഈ ഹൈബ്രോയ്ക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് ഇടുമ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. ഞാൻ എന്നും ഹൈബ്രോ ചെയ്തു കേട്ടോ. എനിക്ക് ഹൈബ്രോ ഭയങ്കര ഇഷ്ടമാണ് എഴുതാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്നും ഹൈബ്രോ ചെയ്തിട്ട് എഴുതും. അപ്പോൾ എങ്ങോട്ടും പോയിട്ടില്ലെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഹൈബ്രോ ഞാൻ എഴുതുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഐഷാഡോ ഇട്ട് വെക്കാം. ഞാൻ എന്തായാലും ഈ ഒരു ഷെയ്ഡാണ് ഇടുന്നത്. കൈ കൊണ്ടാണ് ഞാൻ ഇടുക കേട്ടോ. അങ്ങനെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, ബ്ലഷ് ഇട്ട് കൊടുക്കാം. നമുക്ക് കണ്ണ് എഴുതാം. അപ്പം ഞാനൊരു സ്മോക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ മേലെ ഒരു കണ്ടില്ലേ ഒരു ഗ്ലിറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കണ്ണ് എഴുതാൻ അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ എഴുതി നോക്കിയതാണ്. സോ അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിൾ. ഇനി നമുക്ക് ജസ്റ്റ് മസ്കാരയും കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഐ മേക്കപ്പ് കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഏത് ഷെയ്ഡ് ഇടണമെന്ന് ഭയങ്കര ഈ ഒരു 2 ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഹായ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡില്ലേ. 2 ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടിയ കളറ്. ഈ 2 ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് കിട്ടിയ കളറാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മാച്ച് ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ മേക്കപ്പ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ണമ്മ ജസ്റ്റ് ഞാൻ മറ്റേ നമ്മുടെ ഗ്ലിറ്റർ ചെയ്യുന്ന പോലത്തെ ഒരു ഐഷാഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ണ് എനിക്ക് ഇത്രയ്ക്ക് എഴുതാൻ അറിയത്തുള്ളൂ, ഓവറായിട്ടൊന്നും അറിയത്തില്ല. ഇത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊളാവും. അപ്പം ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇനി നമുക്ക് കമ്മലിടാം, ഹെയർ സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ എങ്ങനെ കിട്ടിയാലും ഇരിക്കത്തില്ല. ഞാൻ ഹെയർ കെരാറ്റിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഹെയർ എങ്ങനെ ഇട്ടാലും ശരിയാവത്തില്ല. ക്ലിപ്പ് ഇട്ടാൽ തന്നെ അതിങ്ങനെ അഴിഞ്ഞ് വീഴും. അപ്പം ഞാൻ എല്ലായിടത്തേക്കും പോകുമ്പോൾ മുടി അയച്ചിട്ടിട്ടാണ് പോവാറ്. അപ്പം പൊതുവേ എനിക്കങ്ങനെ ഹെയർ സ്റ്റൈൽ എനിക്കറിയത്തില്ല ഒന്നാമത് ഹെയർ സ്റ്റൈല്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ അത് ഫ്ലോപ്പ് ആവും. കാരണം എൻ്റെ മുടിയൊന്നും തീരെ ഇരിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും 5 മിനിറ്റ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും ഈ പറഞ്ഞ പോലെ അതൊക്കെ കെട്ടഴിഞ്ഞ് പിന്നെ പഴയ പോലെ അഴിഞ്ഞ് ഭയങ്കര ലൂസ് ചെയ്ത് കിടക്കുന്ന ഒരു ഹെയറാണ്. അപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ കെട്ടിയാൽ തന്നെ അതെന്തായാലും കൊളായി പോകത്തുള്ളൂ. അപ്പം ഞാൻ
മുടി ഹൈറ്റ് ഇടാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം എൻ്റെ ജസ്റ്റ് പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. അപ്പം ഞാൻ ഹെയർ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പിന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്, ഹെയർ അവിടെ നിന്ന് നീങ്ങാതിരിക്കാനായിട്ട്. അപ്പോൾ ആ ഭാഗത്തെ ഹെയർ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എനിക്കിങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ തന്നെ ഇഷ്ടം കേട്ടോ. എനിക്ക് ഓവറായിട്ട് ഹെയറിന്ന് പല പല ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് എനിക്ക് നടക്കാൻ വലിയ താല്പര്യമില്ല. അപ്പം ഹെയർ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മൽ ഇതേ ഈ ഒരു കമ്മലാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്ന കമ്മൽ ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്കിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ പൊട്ട് വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ ജസ്റ്റ് വെച്ച് നോക്കട്ടെ, ഭംഗിയുണ്ടോയെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. പൊട്ട് വെച്ചുമ്പോൾ ഭംഗിയുണ്ടോ? നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പക്ഷെ എനിക്കെന്തോ പൊട്ട് വയ്ക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലുണ്ട്. ഞാൻ പൊട്ട് വയ്ക്കലൊക്കെ ഭയങ്കര കുറവ്. ഞാൻ വെക്കാറ് സത്യം പറഞ്ഞാൽ പൊട്ടേ ഇടാറില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ കാണാൻ പറ്റും. പൊട്ടിട്ടിട്ട് ഭംഗിയുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാം തോന്നുന്നു മാറ്റാം നല്ലത്. എനിക്കെന്തോ ഒരു കംഫർട്ടില്ലായ്മ. സോ മച്ച്. അപ്പം ഇതേ എൻ്റെ മേക്കപ്പ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ മതി ഒരു കല്യാണത്തിന് മുമ്പ് ഒരുങ്ങാനായിട്ട്. ഒരുപാട് ഓവർ പുട്ടി തരേണ്ട ആവശ്യമില്ല. അപ്പം സിമ്പിളായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്നതായിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നോക്കുക പരമാവധി. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും പുട്ടി ചെയ്ത പോലെ തന്നെ ഇരിക്കും. ലൈറ്റായിട്ട് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.